ഹലോ എവറി വൺ, വെൽക്കം ടു മൈൽസ് പോയിൻറ്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. അപ്പോൾ ബാലി ട്രാവൽ ഗൈഡാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ബാലി പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട്, കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ പോകാം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോയും കാണേണ്ട ആവശ്യമില്ല. A to Z എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ സോളോ ആയിട്ടോ ഫാമിലി ആയിട്ടോ പോകുന്ന ട്രാവൽ ഏജൻസിയുടെ ഹെൽപ്പൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് 43,000 രൂപയൊക്കെ ആവുകയുള്ളൂ 9 ദിവസത്തെ ട്രിപ്പ്. ഞാനും വൈഫും പോയത് 9 ദിവസമുള്ള ഫെബ്രുവരി 15 മുതൽ 23 വരെയുള്ള 9 ദിവസത്തെ ട്രിപ്പിലാണ് പോയത്. പക്ഷേ ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു ഫുൾ സർവീസ് ഫ്ലൈറ്റ് ആയിരുന്നു. ഫ്ലൈറ്റിന് മാത്രം ഞങ്ങൾക്ക് ഒരാൾക്ക് 29,500 രൂപയാണ് ആയത്. അപ്പോൾ ഈ ഫ്ലൈറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഈ 29,500 എന്നുള്ളത് കുറച്ച് കൂടിയ റേറ്റാണ്, അതിലും കുറഞ്ഞ റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് ചിലവായത് 53,000 രൂപയായിരുന്നു. അപ്പോൾ 53,000 രൂപയിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ, 29,500 അതിൽ ഫ്ലൈറ്റ് മാത്രമായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ ഫ്ലൈറ്റ് വേണമെങ്കിൽ 16,000 രൂപ അല്ലെങ്കിൽ 18,000 രൂപയുടെ ഓപ്ഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതെടുക്കാതെ സിംഗപ്പൂർ എയർലൈൻസിലേക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഈ ബാലി ട്രിപ്പ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, എന്നാൽ അതിൽ ലക്ഷറിക്ക് കുറവൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ, ഇതൊരു ഫിനാൻസ് ചാനലായതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ്സിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നുസാദുവ എന്നുള്ളത് ഒരു പ്രീമിയം പ്രോപ്പർട്ടി, ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടി, എക്സ്ട്രീം ലക്ഷറി പ്രോപ്പർട്ടി ആയിരുന്നു. ഒരു ദിവസം 45,000 രൂപ വരെ അവിടെ റൂം റേറ്റ് വരാറുണ്ട്. അവിടെ ഞങ്ങൾക്ക് 3 ദിവസത്തെ ഫ്രീ ആയിട്ടുള്ള സ്റ്റേ കിട്ടിയിരുന്നു. അതെല്ലാം ക്രെഡിറ്റ് കാർഡിൻ്റെയാണ്. അപ്പോൾ അതെങ്ങനെ ട്രാവൽ ഹാക്സ് എന്നുള്ള സംഭവത്തിൽ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫ്ലൈറ്റ്സ്, അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റ് നമുക്ക് വരുന്ന ഫ്ലൈറ്റാണ്. ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് വരുന്നത് കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് സ്കൂട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സ്കൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്താണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം ടു സിംഗപ്പൂർ, സിംഗപ്പൂർ ടു ബാലി, അങ്ങനെ നമുക്ക് സ്കൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സ്കൂട്ട് നമ്മൾ കുറച്ച് നേരത്തെ, അതായത് ഒരു ഏകദേശം 2 മാസം മുമ്പൊക്കെ നമുക്ക് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു 16,000 രൂപ 18,000 രൂപ റേഞ്ചിൽ നമുക്ക് ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രത്ത് നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഈ ലേ ഓവർ എന്ന് പറയുന്നത്, അതായത് ട്രിവാൻഡ്രം ടു സിംഗപ്പൂർ എന്ന് പറയുന്ന ലേ ഓവർ ചിലപ്പോൾ നിങ്ങൾക്ക് 8 മണിക്കൂറോ 10 മണിക്കൂറോ ഒക്കെ കാണാം. ചില സമയത്ത് ഒരു തീരെ ലേ ഓവർ ഇല്ലാത്ത ഫ്ലൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ലേ ഓവർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ ചാങ്കി എന്നാണ് ഈ സിംഗപ്പൂരിലെ എയർപോർട്ടിൻ്റെ പേര്. ഈ ചാങ്കി എയർപോർട്ട് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 3-4 മണിക്കൂറൊക്കെ അവിടെ ലേ ഓവർ ആണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഓടി നടന്ന് കാണുമ്പോഴേ ഈ 3-4 മണിക്കൂർ പെട്ടെന്ന് പോകും. അങ്ങനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർബ് എയർപോർട്ടാണ്. അപ്പോൾ ഈ ട്രിവാൻഡ്രം ടു ബാലി എന്നുള്ള സ്കൂട്ടിൻ്റെ സെഗ്മെൻറ്റ് അതാണ് ഏറ്റവും ചീപ്പായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സ്കൈ സ്കാനറിൽ നോക്കുക. ചില സമയത്ത് കൊച്ചിയിൽ നിന്ന് കോലാലംപൂർ ലേ ഓവർ വരുന്ന എയർ ഏഷ്യയുടെ ഫ്ലൈറ്റുകൾ ഈ പറയുന്ന 16, 18 ആ റേഞ്ചിൻ്റെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സെറ്റ്. അപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്തത് സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു. ഞങ്ങളുടെ ലേ ഓവർ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ലേ ഓവർ വെറും 40 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ ഈ 40 മിനിറ്റിന് ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ, നിങ്ങൾ കണ്ടു കാണാം, വീഡിയോയിൽ കണ്ടു കാണാം, ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ ഞങ്ങളെ കാത്ത് ആൾ നിൽപ്പുണ്ടായിരുന്നു ഒരു ചെറിയ വണ്ടിയും കൊണ്ട്. ആ വണ്ടിയിലേക്കാണ് ഞങ്ങൾ അടുത്ത ഗേറ്റിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു തീരെ ലെയർ കുറഞ്ഞിട്ടുള്ള ഒരു സംഭവം എടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അത്രയും റേറ്റ് കുറച്ച് കിട്ടിയത്. അപ്പോൾ ഫ്ലൈറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞാൽ 29,500 ആയിരുന്നു ഞങ്ങൾക്ക് ചിലവായത്. പക്ഷേ 29,500 രൂപയുടെ ഫ്ലൈറ്റ് അല്ല ഈ സിംഗപ്പൂർ എയർലൈൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലൈറ്റ് റേറ്റ് 1 lakh വരെ വരും ഒരാൾക്ക്. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഏകദേശം ഈ ഒരു 29,500 ഒരാൾക്കാണ്. അപ്പോൾ ഈ റേറ്റിൽ കിട്ടാൻ കാരണം ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിരുന്നു ഒക്ടോബർ നവംബർ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ സ്കൈ സ്കാനർ വഴി നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ സ്കൈ സ്കാനറിൽ നോക്കുമ്പോൾ ക്ലിയർ ട്രിപ്പാണ് നിങ്ങൾക്ക് ചീപ്പായിട്ട് വരുന്ന ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ. ഈ സ്കൈ സ്കാനർ ഒരു അഗ്രഗേറ്റർ ആണല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല വെബ്സൈറ്റുകളിൽ ഏത് വെബ്സൈറ്റിലാണ് ഏറ്റവും കുറവ് എന്നുള്ളതാണ് സ്കൈ സ്കാനർ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിയർ ട്രിപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ക്ലിയർ ട്രിപ്പ് വഴി പിന്നെ ബുക്ക് ചെയ്യണമെന്നില്ല. നേരെ ഫ്ലിപ്കാർട്ട് എടുക്കുക. ഫ്ലിപ്കാർട്ട് എടുക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്ന ക്ലിയർ ട്രിപ്പാണ്. ഫ്ലിപ്കാർട്ടിൽ ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് ആ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക. ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡുണ്ടല്ലോ, അത് ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. 5% ഡിസ്കൗണ്ട്, അതായത് ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. അങ്ങനെയാണ് എനിക്കത് 29,500 ആയത്. അത് എഫക്റ്റീവ് പ്രൈസാണ് 29,500 എന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്ലൈറ്റ് അങ്ങനെ ബുക്ക് ചെയ്തതോടുകൂടി ഞങ്ങളുടെ കാര്യം സെറ്റായി. സിംഗപ്പൂർ എയർലൈൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം. വേൾഡിലെ ഏറ്റവും നല്ല ഫ്ലൈറ്റിൽ ഒന്ന് എന്നാണ് സിംഗപ്പൂർ എയർലൈൻസിനെ പറയുന്നത്. സോ ഒബിയസ്ലി അതിൽ ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഞാൻ ഐറ്റിനറി നോക്കിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ സപ്പർ
പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, തിരിച്ചു വരുമ്പോൾ ലഞ്ച്, പിന്നെ ഡിന്നർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫുഡ് എന്ന് പറയുന്നതും എനിക്ക് ഇരിക്കുന്നല്ല, എല്ലാവർക്കും പൊതുവെ അങ്ങനെയാണല്ലോ ഫുഡ്. എന്തായിരിക്കും ഈ ഇവിടെ സിംഗപ്പൂർ എയർലൈൻസിൽ ഇവിടെ വിത്ത് ആൽക്കഹോളാണ് അവർ സെർവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ, അതൊരു ഗുണമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടാണ് 29,500 മുടക്കി ഈ പറഞ്ഞ സിംഗപ്പൂർ എയർലൈൻസ് എടുത്തത്. ഇവരുടെ ലെഗ് സ്പേസ് എന്നൊക്കെ പറയുന്നത് അപാരമാണ്. ഞങ്ങൾ സുഖമായിട്ടാണ് യാത്ര ചെയ്തത്. പിന്നെ ഇൻഫോർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. ഓൾറെഡി നിങ്ങൾ ആ വ്ളോഗ് കണ്ടു കാണും. അപ്പോൾ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വിസയാണ്. ഇനി രണ്ടാമത്തെ സെഗ്മെൻറ്റാണ് വിസ. വിസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 രീതിയിലുള്ള വിസയാണ് ബാലിയിലുള്ളത്. ഒന്ന് ഇ വിസയാണ്, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓൺ അറൈവൽ വിസ. ഇതിൽ ഇ വിസയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറി പെന്നി കൗണ്ട്സ്. കാശ് തന്നെയാണ് അതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് നമ്മളുടെ വിസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇ വിസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റേറ്റാണ് വരുന്നത്. അതേസമയം അവിടെ ചെന്നിട്ട് ഓൺ അറൈവൽ വിസയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഓൾറെഡി ആ ഓൺ അറൈവലിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ നിൽക്കണം. ആ ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് പിന്നീട് നെക്സ്റ്റ് ക്യൂവിലായിരിക്കും നമുക്ക് ഈ സ്റ്റാമ്പ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത് സമയനഷ്ടമാണ്, അതുപോലെ അത് കാശിൻ്റെ നഷ്ടമുണ്ട്. അവർ ഡോളറാണ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഡോളർ എന്ന് പറയുമ്പോൾ അവരുടെ ഈ എയർപോർട്ടിലെ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ മോശം റേറ്റാണ്. അപ്പോൾ അവർ നമുക്ക് ബാലൻസ് തരുന്നു. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ചേഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബാലൻസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാശുണ്ടെന്നുണ്ടെങ്കിൽ അത് തരുന്നത് ഇന്തോനേഷ്യൻ റുഫിയയിലാണ്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് വളരെ നഷ്ടമുള്ള ഒരു റേറ്റാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇ വിസ അപ്ലൈ ചെയ്യുന്നതാണ്. ഈ പറയുന്ന ബാലിയുടെ ഇ വിസ എന്ന് പറയുന്നത് വെറും 2-3 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഓൾറെഡി എൻ്റെ ഈ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് സിമ്മാണ്. അപ്പോൾ നമ്മൾ ഈ ഇമിഗ്രേഷനും സ്റ്റാമ്പിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരുപാട് കൗണ്ടേഴ്സിൽ സിമ്മ് കാണും. പക്ഷേ എയർപോർട്ടിൽ നിന്ന് സിം എടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നല്ല കത്തി റേറ്റാണ്. കത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കത്തിയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ബാലിയിലെ സിമ്മിനൊരു പ്രത്യേകത ഉണ്ട്. ചിലപ്പോൾ ഹോട്ട്സ്പോട്ട് ഷെയറിംഗ് ഒന്നും പറ്റില്ല ചില സിമ്മിന്. അപ്പോൾ അങ്ങനെയുള്ള സിമ്മുകളൊക്കെയാണ് കൂടുതലായിട്ടും എയർപോർട്ടിലുള്ളത്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ക്ലൂക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഈ ക്ലൂക്ക് ആപ്പ് വഴി സിമ്മ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഏകദേശം ഒരു 1100 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടുന്നത് 1600, 1700 ആ റേറ്റിലൊക്കെയാണ് സിമ്മ് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു സിമ്മ് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഞാൻ ബാലിയിൽ നിന്നൊരു സിമ്മ് വാങ്ങിയിരുന്നു. അത് ഇതുപോലെ ബാർഗെയിൻ ചെയ്തൊക്കെ മേടിച്ചതാണ്. അപ്പോൾ അതിന് ഏകദേശം 1100 രൂപ. അത് പുറത്തു നിന്നാണ്, എയർപോർട്ടിൽ നിന്നല്ല. എയർപോർട്ടിൽ നല്ല കത്തി റേറ്റാണ്. അപ്പോൾ സിമ്മ് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നല്ലത്. പിന്നെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് മണി എക്സ്ചേഞ്ച്. എല്ലാവർക്കും ഒരു ഇൻ്റർനാഷണൽ ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കാശ് എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ മണി എക്സ്ചേഞ്ച് 4 കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് എക്സ്ചേഞ്ച് ആണ്. അതായത് നമ്മളൊരു എക്സ്ചേഞ്ചിൽ ചെല്ലുന്നു, നമ്മൾ ഇന്ത്യൻ റുപ്പി കൊടുക്കുന്നു. ഇന്ത്യൻ റുപ്പി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഇന്തോനേഷ്യൻ റുപ്പിയ തരുന്നു. അപ്പോൾ ഈ ഒരു റേറ്റ് നമ്മൾ ഡയറക്റ്റ് ഇന്ത്യൻ മണി ടു ഇന്തോനേഷ്യൻ റുപ്പിയ ഇവിടെ നിന്ന് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും കൂടുതലും. കാരണം ഇന്തോനേഷ്യൻ റുപ്പിയ എന്ന് പറയുന്നത് ഓറിയൻ്റ് എക്സ്ചേഞ്ചിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, നമുക്ക് നഷ്ടമാണ്. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ US ഡോളർ മേടിക്കുക. US ഡോളർ മേടിച്ച് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ബാലി എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഒരു സംഭവം. അത് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഗതി. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ബാലിയുടെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഈ മണി എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു ഫിനാൻസ് ചാനലാണ്. സോ എവറി പെനി കൗണ്ട്സ്. അപ്പോൾ കറക്റ്റ് കണക്കാണല്ലോ നമ്മൾ എങ്ങനെയാണ് ചിലവാക്കുക എന്നുള്ളൊരു കണക്ക് നിർബന്ധമായിട്ടും വേണമല്ലോ. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് അവിടെ ATM, ഇഷ്ടംപോലെ ATMും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ATM ൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ മെയിൻ അക്കൗണ്ട് ICICI ആണ്. അപ്പോൾ ICICI എന്നാണ് അവിടുത്തെ മാക്സിമം എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ റുപ്പിയ 10 lakh 10 ലക്ഷമാണോ ഒറ്റ ഇതിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനൊരു 10 ലക്ഷം രൂപ, കാരണം എൻ്റെ ഒരു സ്കൂട്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അവർക്ക് ഫുൾ പേയ്മെൻറ്റ് തന്നെ നമുക്ക് കൊടുക്കണം. അപ്പോൾ 7 lakh അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 10 ലക്ഷം മാക്സിമം എത്രയാണെന്ന് വെച്ചാൽ ആ 10 ലക്ഷം ഞാൻ എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് 175 ആയിരുന്നു. അപ്പോൾ 175 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എനിക്ക് നഷ്ടമാണ്. ഈ ATM വിഡ്രോ ചെയ്തത് എനിക്ക് നഷ്ടമായിരുന്നു. കാരണം ഞാൻ ഡോളർ കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 181 ആയിരുന്നു. 181 അവിടെ കിടക്കുന്നു, 175 ഇവിടെ കിടക്കുന്നു. സോ ഞാൻ ഈ ATM വിഡ്രോ ചെയ്യുന്നത് ഓപ്ഷൻ ഉണ്ടല്ലോ, അതും പറയുന്നില്ല. പിന്നെ നമ്മൾ ഇന്ത്യൻ റുപ്പിയ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ, ഒരുപാട് ഇന്ത്യക്കാരുണ്ട് അവിടെ. അപ്പോൾ ഇന്ത്യൻ റുപ്പിയ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇന്തോനേഷ്യ റുപ്പിയ അങ്ങനെ തരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് 4ാമത്തെ എക്സ്ചേഞ്ച് രീതി എന്ന് പറയുന്നത്. അതും ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല. 120 ആണ് റേറ്റ്.
അതായത് ATM വിഡ്രോ നമുക്ക് 175 കിട്ടും, പക്ഷേ ഇത് 120 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്തോരം ഡിഫറൻസ് ഉണ്ട്, ഹ്യൂജ് ഡിഫറൻസ് അല്ലേ. എന്നാൽ USD ആയിട്ട് നമ്മൾ മാറ്റി അവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയത് 181 ആയിരുന്നു. അപ്പോൾ അത് ലാഭമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതി തന്നെ, കാരണം ഞാൻ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള 4 രീതികൾ ഞാൻ പറഞ്ഞു. ഈ 4 രീതിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് മണി എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. പിന്നെ ട്രാവൽ ഇൻഷുറൻസ്. ഈ ട്രാവൽ ഇൻഷുറൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ബാലി ഒരു വലിയ ഐലൻഡാണ്. അപ്പോൾ ഈ ബാലിയിൽ പല സ്ഥലത്തും പല ക്ലൈമറ്റാണ്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഫെബ്രുവരി ആയതുകൊണ്ട് അവിടെ മഴക്കാലം, വെറ്റ് സീസൺ എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല വെയിലുണ്ടാവും ചില ദിവസങ്ങളിൽ, ചില സമയത്ത് നല്ല മഴയായിരിക്കും. പിന്നെ ഞങ്ങൾ പോയ മറ്റേ ഉലുൻഡാനു ബരാട്ടൻ ആ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് മഞ്ഞാണ്, മഞ്ഞ്. നമുക്ക് കോടമഞ്ഞൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ ക്ലൈമറ്റ് എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു കഫ് സിറപ്പില്ലേ, ഒരു കഫ് സിറപ്പിന് 1300 രൂപയാണ്. ഒരു ചെറിയൊരു കഫ് സിറപ്പിന് 1300 രൂപ. അപ്പോൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ്, അതായത് ട്രാവൽ ഇൻഷുറൻസിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നത്, നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ ചെറിയ ടാബ്ലറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കയ്യിലെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഭയങ്കര ഹ്യൂജ് റേറ്റ് ആണ്. അപ്പോൾ ഈ ട്രാവൽ ഇൻഷുറൻസ് നമുക്ക് ഇനി ഈ പറഞ്ഞ പനിയും ചുമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് ഈവൻ എനിക്കും പനി വന്നു ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അത് ഒരു എന്താ പറയുക, ഈ പറഞ്ഞ 2-3 ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ വലിയ എന്തായിട്ട് അസുഖം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അഡ്മിറ്റ് ആവുക എന്ന് പറയുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. കാശ് പോകുന്നത് വഴി കാണില്ല. അപ്പോൾ ട്രാവൽ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാവൽ ഇൻഷുറൻസ് പോളിസി ബസാർ എന്നാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കെയർ എന്ന് പറഞ്ഞ കമ്പനിയായിട്ടാണ് സ്ഥിരമായിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 9 ദിവസത്തേക്ക് കൂടി ചേർത്തിട്ടുള്ള ട്രാവൽ ഇൻഷുറൻസ് ഒരാൾക്ക് 450 റുപ്പീസോ അങ്ങനെ എന്തോ ആണ് കറക്റ്റ് ആയത്. അപ്പോൾ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ ബാലി ആ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ മതി. ബാലി എപ്പിസോഡ് 1 എന്നും പറഞ്ഞ് കാണാം. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയൊക്കെയാണ് ചിലവായിട്ടുള്ളതെന്ന്. പിന്നെ ഉള്ളത് സ്കൂട്ടി, അതായത് ട്രാൻസ്പോർട്ടേഷൻ, ബാലിയിലെ ട്രാൻസ്പോർട്ടേഷൻ. ഈ ബാലി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് ട്രാവൽ, അതായത് ഈ ടാക്സിക്കാർ അവരൊക്കെ നമ്മൾ വളഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് അവിടേക്കാണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന, അതായത് ഫസ്റ്റത്തെ ഞങ്ങളുടെ സ്റ്റേ എന്ന് പറയുന്നത് 2 കിലോമീറ്ററാണ് ഈ പറഞ്ഞ എയർപോർട്ടിൽ നിന്നുള്ള 800 രൂപയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ എറണാകുളത്ത് കാക്കനാടാണ് താമസിക്കുന്നത്. അപ്പോൾ കാക്കനാട് നിന്ന് എനിക്ക് സിയാൽ എയർപോർട്ട് വരെ യൂബറിന് ഞാൻ കൊടുത്തിരുന്നത് 700 രൂപയായിരുന്നു. അപ്പോൾ ആ 700 രൂപ കൊടുത്തിട്ട് എയർപോർട്ടിൽ വന്ന് അവിടുന്ന് ഫ്ലൈറ്റ് കയറി എൻ്റെ അടുത്താണ് ഈ 2 കിലോമീറ്ററിന് 800 രൂപ എന്ന് പറഞ്ഞ്. സ്വാഭാവികമായിട്ടും എനിക്ക് ചിരി വന്നു. പക്ഷേ ഈ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത്, അതായത് 100-150 മീറ്റർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂട്ടി നമ്മുടെ അവിടെ കൊണ്ടുവന്ന് വരും. അങ്ങനത്തെ ഒരു ആളെ നേരത്തെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി 7 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്യക്ക്, അതായത് 9 ദിവസത്തേക്ക് തിരിച്ച് ഈ എയർപോർട്ടിൽ തന്നെ വണ്ടി ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ 7 ലാക്ക് എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫിലാനോ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്, നമ്മുടെ ഫെസിനോയൊക്കെ പോലെ ഇരിക്കും. സ്പേസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ലഗേജ് ഉണ്ടായിരുന്നു, അതൊരു പെട്ടിയായിരുന്നു. ആ പെട്ടി ഫ്രണ്ടിൽ വെക്കണം, അതിൻ്റെ മുകളിൽ ഒരു റക്സാക്ക് വെക്കണം. ഈ രണ്ടുമായിരുന്നു ഞങ്ങളുടെ ലഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഗേജ് വെക്കാൻ പറ്റണമല്ലോ പോകുന്ന എല്ലായിടത്തേക്കും. അപ്പോൾ അത് കൊണ്ട് ഞങ്ങൾ ആ ഒരു ഇതാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ ബുക്ക് ചെയ്ത ആ ടീം വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഫുൾ ടാങ്ക് പെട്രോളായിട്ടാണ് വണ്ടി കൊണ്ടുവന്നത്. നമ്മൾ തിരിച്ച് വണ്ടി കൊടുക്കുമ്പോൾ ഫുൾ ടാങ്ക് അടിക്കുക. അപ്പോൾ കൂടുതൽ പെട്രോൾ അവരുടെ കയ്യിലായിപ്പോയി അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. വളരെ പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാൾക്കാരാണ്. അവരുടെ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ തരാം. ഓക്കെ. അപ്പോൾ അവർക്ക് ഒരു ദിവസത്തേക്ക് ഏകദേശം 499 രൂപയാണ് ഈ വണ്ടിക്ക്, ഈ ഫിലാനോ എന്ന് പറഞ്ഞ വണ്ടിക്ക്. നല്ല മൈലേജുള്ള വണ്ടിയായിരുന്നു. ഏകദേശം 500 കിലോമീറ്ററോളം ഞങ്ങൾ അത്രയും ദിവസം കൊണ്ട് ആ വണ്ടി ഓടിച്ചിട്ട് ആകെ 620 രൂപയുടെ പെട്രോളാണ് അതിനകത്ത് ആകെ അടിക്കേണ്ടി വന്നിട്ടുള്ളൂ. സോ ഞങ്ങളുടെ ഫുൾ ട്രാൻസ്പോർട്ടേഷൻ സോർട്ടായിരുന്നു. അതായത് വേറെ എവിടെയും ടാക്സിക്ക് കാശ് പോകുന്നില്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഞങ്ങളുടെ ഫ്യൂവലിന് ആകെ ഞങ്ങൾക്ക് ചിലവായത് 600 രൂപയാണ്. അവിടെ ഫ്യൂവൽ 1 ലിറ്റർ 50 രൂപയുള്ളൂ. ഇന്ത്യയിൽ നല്ല റേറ്റാണ്. ഇന്ത്യയുടെ പകുതി റേറ്റ് ഇന്തോനേഷ്യയിലുള്ളൂ. പക്ഷേ അതൊരു ഐലൻഡാണ്. അവിടെ ഈ പറഞ്ഞ ഓക്കെ, പൊളിറ്റിക്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ 50 രൂപയേ അവിടെ ഉള്ളൂ. ആ 50 രൂപയ്ക്ക് 620 രൂപയാണ് ഞങ്ങളുടെ ഫ്യൂവൽ മൊത്തം ആയത്. അവർ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞത് 800 രൂപ, 2 കിലോമീറ്റർ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ടാക്സി എന്നതൊരു സംഭവം ഉണ്ടായിരുന്നില്ല, ഫുൾ സ്കൂട്ടിയിലായിരുന്നു. അപ്പോൾ ഈ സ്കൂട്ടി എന്ന് പറഞ്ഞാൽ, സ്കൂട്ടിയുടെ കാര്യം പറയുമ്പോൾ നുസ പെനീഡ എന്നൊരു ഐലൻഡ് പോകുന്നുണ്ട്. അപ്പോൾ ഐലൻഡിൽ ഞങ്ങൾ ഒരു ദിവസം താമസിച്ചു. ആ സമയത്ത് ഞങ്ങൾ സ്കൂട്ടിയോടെ പാർക്കിംഗ് ആയിരുന്നു, ഒരു ദിവസം മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിന് നഷ്ടമുണ്ട്. ആ നഷ്ടമൊക്കെ പൊക്കോട്ടെ, എന്നാൽ പോലും അത് ലാഭമാണ്. അപ്പോൾ അതാണ് ഈ സ്കൂട്ടി എന്ന് പറയുന്നത്. ഇനി ഐറ്റ്നറിയാണ്. അതായത് ഞങ്ങൾ പോയത് 9 ദിവസം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവിടെ നിന്ന് ബാലിയിൽ നിന്ന് നേരെ സിംഗപ്പൂർ പോകുന്നു. സിംഗപ്പൂർ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു, ഒരു 3.5 മണിക്കൂറോളം ലേ ഓവർ ഉണ്ടായിരുന്നു. പക്ഷേ അത് ലൗഞ്ചിലൊക്കെ പോയി പെട്ടെന്ന് അവിടെ ലൗഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ തീർന്നു. ഞങ്ങൾ ഒട്ടും ബോറടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ബാക്കിയുള്ള എഫക്റ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 ദിവസമാണെന്നുള്ളത് അതിൽ ഐറ്റ്നറി. അപ്പോൾ ഡേ 1 ഡേ 2 ഐറ്റ്നറി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഐറ്റ്നറിയാണ്, ഞാനിത് നിങ്ങളിത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ എനിക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിൽ ഞങ്ങൾ അവോയ്ഡ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവോയ്ഡ് ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്തു എന്നുള്ളത്. നിങ്ങളിപ്പോൾ ബാലി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന വളരെ പ്രസിദ്ധമായ കുറേ സ്ഥലങ്ങളുണ്ടാവും, പക്ഷേ അതിൽ ചിലതൊക്കെ ഓവർ ടൂറിസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു വെർത്ത്, നമ്മൾ മുടക്കുന്ന കാശിന് വെർത്തായിട്ട് തോന്നിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്ന ഒരു പോളിസി ആയിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഡേ 1 എന്ന് പറയുമ്പോൾ നേരെ ബാലിയിൽ ഞങ്ങൾ എത്തി, അവിടെ കാലുകുത്തി, എയർപോർട്ടിൽ നിന്ന് നേരെ വണ്ടി എടുത്ത് നേരെ റൂമിലേക്ക് പോയി നല്ല സുഖമായിട്ട് അങ്ങ് കിടന്നങ്ങ് ഉറങ്ങി. അതായത് കാല് നീട്ടി വെച്ച് കിടന്നുറങ്ങുന്ന സുഖം വേറെ ഒന്നിനും കിട്ടില്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഏകദേശം ഒരു 8 മണി സംതിങ് എന്തോ ആയി. അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴ. അവിടെ അത്രയും ദിവസം 10 ദിവസത്തോളം മഴ പെയ്തിട്ടില്ല എന്നൊക്കെ വലിയ കാര്യത്തിന് പറഞ്ഞ ആളാണ് ഞാൻ. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല മഴയായിരുന്നു. മഴ കൊണ്ട് പ്രത്യേകിച്ച് എവിടെയും പോകാൻ പറ്റില്ല. മഴ ഒന്ന് തോർന്നു ഇപ്പോൾ ഞങ്ങൾ കുട്ട, സെമിന്യാക്ക്, ഈ 2 ബീച്ചുണ്ട്. ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ബീച്ചായിരുന്നു. ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തൊരു ശനിയാഴ്ചയായിരുന്നു, ഫെബ്രുവരി 15 ശനിയാഴ്ചയാണ്. പക്ഷേ ഞങ്ങളൊരു 9-9:30 കഴിഞ്ഞപ്പോൾ എല്ലാം ക്ലോസ് ആയി. അവിടെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ല, എല്ലാം ക്ലോസ് ആയി. ഞങ്ങൾ കുറച്ച് നിന്നപ്പോൾ ആ ബീച്ചിനടുത്തുള്ള കുറച്ച് പബ്സും കുറച്ച് കാര്യങ്ങളും 1-2 പബ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈ സെമിന്യാക്കിലേക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെയുള്ള ഷോപ്സും കാര്യങ്ങളും എല്ലാം അടഞ്ഞു. 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇനി ഞങ്ങൾ പോയതിൻ്റെ ഫെബ്രുവരി എന്ന് പറയുന്നത് ഓഫ് സീസണാണ് എന്തൊക്കെ പറഞ്ഞാലും, ഇനി അതിൻ്റെ ആണോ എന്നറിയില്ല. അപ്പോൾ ഈ കുട്ട, സെമിന്യാക്ക് ഞങ്ങൾ ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിലും അവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് കാര്യങ്ങളൊന്നും ഒരു 10 മണിക്ക് തന്നെ എല്ലാം തീർന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്തില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഓഫ് സീസൺ സമയത്തൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ഡേ 2 ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയത്, വണ്ടി എടുത്ത് നേരെ ഉബുദിലേക്കാണ് പോയത്. ഉബുദ് എന്ന് പറയുന്നത് ഒരു സെൻറ്ററാണ്, ഒരു ഏകദേശം ഒരു സെൻറ്ററായിട്ട് നമുക്ക് കണക്കാക്കാം ഉബുദ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ഈ കുട്ട, ഈ എയർപോർട്ടിൻ്റെ ഈ അടുത്തുള്ള ഈ സ്ഥലത്തുനിന്ന് ഉബൂദിലേക്ക് ഏകദേശം ഒരു 1-1.5 മണിക്കൂർ യാത്രയുണ്ട്. ബാലിയിൽ ഒരിക്കലും നമ്മൾ കിലോമീറ്റർ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏറ്റവും മോശം ട്രാഫിക് ഉള്ളൊരു സ്ഥലമാണ് ബാലി എന്ന് പറയുന്നത്. നമ്മൾ കിലോമീറ്റർ വെച്ച് കണക്ക് കൂട്ടണമെന്നില്ല, 3 കിലോമീറ്ററിന് ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും. അങ്ങനത്തെ സ്ഥലമാണത്. ബാലിയുടെ ഹൈവേ എന്ന് പറയുന്ന ഓരോ 200 മീറ്ററിലും സിഗ്നലുണ്ട്. നമുക്ക് ദേഷ്യം വരും. കാറാണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട, സ്കൂട്ടിയായിട്ട് തന്നെ പ്രാന്ത് കയറി. അപ്പോൾ ഉബൂദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയപ്പോൾ നല്ല ശക്തമായ മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴ. ഈ തുള്ളിക്കൊരു കുടം എന്നൊക്കെ പറയുന്ന പോലെ ആ മഴ മുഴുവൻ. റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, 2 വീലർ റെൻറ്റിനെടുത്തപ്പോൾ അവർ തന്നിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ നനഞ്ഞ് ചീഞ്ഞ് അങ്ങനെയൊക്കെ അവിടെ എത്തി. ഒരു കണക്കിന് അവിടെ എത്തി ഒന്ന് ഫ്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ പോയത് ടെഗലങ്കൺ എന്ന് പറയുന്നൊരു വാട്ടർഫോളാണ്. അപ്പോൾ വാട്ടർഫോൾ ഈ മഴ പെയ്തതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല, ചെളി വെള്ളമായിരുന്നു. ചെളി വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചെളിയോട് ചെളി. അങ്ങനെ ആ വാട്ടർഫോൾ, ആ ടെഗലങ്കൻ വാട്ടർഫോളൊക്കെ കണ്ടു. അപ്പോൾ ഈ വാട്ടർഫോളിൻ്റെ താഴേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല, കാരണം ഈ ചെളിവെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ അവിടെ ഒമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡേ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡേ ക്ലബ്ബ് കണ്ടു. അവിടെ കയറിയിട്ട് അന്നത്തെ ദിവസം അവിടെ അങ്ങ് എൻജോയ് ചെയ്തു. കാരണം ഫസ്റ്റ് വന്നിട്ടുള്ള അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ ഒരു വലിയ പിസ്സയൊക്കെ ഓർഡർ ചെയ്തു. പിസ്സയുടെ സൈസൊക്കെ ഭയങ്കരമായിരുന്നു. അപ്പോൾ എത്രയാണ് അതിൻ്റെ റേറ്റും കാര്യം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു സിംഗിൾ ബില്ല് പേ ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഒമ്മ ഡേ ക്ലബ്ബാണ്. ഏകദേശം 5 lakh ആയിരുന്നു. അതായത് അവരുടെ സർവീസ് നല്ലതായിരുന്നു. നമുക്ക് സർവീസ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടിപ്പ് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടൊരു കറക്റ്റ് 5 lakh ആയിട്ടാണ് ഞാൻ അവിടെ പേ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കണക്കൂട്ടിയാൽ മതി. 5 lakh എന്ന് പറയുമ്പോൾ 5 lakh IDR ഇന്തോനേഷ്യ റുപ്യ എന്ന് പറയുമ്പോൾ ഏകദേശം എത്രത്തോളം വന്നു എന്ന് അതൊക്കെ അവിടെ. പക്ഷേ ആ ആംബിയൻസ്, അവിടുത്തെ സർവീസ്, ആ കാര്യത്തിനൊക്കെ വർത്തായിരുന്നു. സൂപ്പറായിട്ട് അതങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ ഡേ 3 എന്ന് പറയുന്നത് ഞങ്ങളുടെ മോസ്റ്റ് ഹാപ്പനിങ് ഡേ ആയിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്നും പറയാം. അപ്പോൾ കാലത്ത് തന്നെ കുറച്ച് ഏർലി മോർണിംഗ് തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച്, ഞങ്ങളുടെ സ്റ്റേ എല്ലാം വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് 1100 റേറ്റിലേക്കാണ് അവിടുത്തെ റൂം വരുന്നുള്ളൂ. ചില റൂം, അതായത് ആദ്യം താമസിച്ച റൂം ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒന്നെങ്കിൽ നമ്മുടെ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ്, നോർമൽ സണ്ണി സൈഡ് അപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്, അതെല്ലാം ബ്രെഡും കാര്യങ്ങളും. അതല്ലെന്നുണ്ടെങ്കിൽ നാസി ഗോരങ് അല്ലെങ്കിൽ മീ ഗോരങ്, ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് നൂഡിലൊക്കെ ആയിരിക്കും. ഇത് തന്നെയായിരുന്നു എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ്. ഒരു 5 ദിവസമൊക്കെ ആയപ്പോഴേക്കും മടുത്തു, അത് വേറെ കാര്യം. എന്നാലും അപ്പോൾ ഡേ 3 എന്ന് പറയുന്നത് ഞങ്ങൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് ടെംപ്ലിംഗൺ ലേക്ക്. അതായത് കുറച്ച് സംഭവങ്ങളല്ല, ഈ ബന്യൂമല എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് അവിടെ
കുറച്ച് കാര്യങ്ങളെല്ലാം അടുത്തടുത്തായിട്ടുണ്ട്. അത് ടെംപ്ലിംഗണിലേക്ക് അടുത്താണ്. അതിനടുത്ത് തന്നെ വന്യമല ട്വിൻ വാട്ടർഫോൾ ഉണ്ട്. ട്വിൻ വാട്ടർഫോൾ പിന്നെ ഹണ്ടാര ലേക്ക്, ഹണ്ടാര ഗേറ്റ് ഉണ്ടല്ലോ, ഹണ്ടാര ഗേറ്റ് അതിനടുത്തായിട്ടാണ്. പിന്നെ ഉലുണ്ടാനു ബെറാട്ട. ഈ സംഭവങ്ങളെല്ലാം അടുത്തടുത്തായതുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് ഞങ്ങളുടെ ലഗേജ് അവിടെ ഏൽപ്പിച്ചു. ഇത് ഇവിടെ വെച്ചേക്കും, ഞങ്ങൾ ഇന്നത്തെ ദിവസം വേറെ സ്ഥലത്താണ് സ്റ്റേ എങ്കിൽ നാളെ തിരിച്ച് ഇവിടേക്കാണ് വരുന്നത്, അപ്പോൾ പ്ലീസ് കീപ്പ് അവർ ലഗേജ് എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ സമ്മതിച്ചു. കാര്യം വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ആളുകളാണ് ഇന്തോനേഷ്യയിലുള്ള, ബാലിയിലുള്ള അടുത്ത സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മളെ ടൂറിസ്റ്റുകളുടെ ഭയങ്കര കാര്യമാണ് അവർക്ക്. അങ്ങനെ ഞങ്ങൾ ലഗേജ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഒരു ഏകദേശം 2 മണിക്കൂർ റൈഡ് ഉണ്ട്. അപ്പോൾ 2 മണിക്കൂർ റൈഡും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞ ടെംപ്ലിംഗൺ എന്ന് പറഞ്ഞ ലേക്കിലെത്തി. ടെംപ്ലിംഗൺ ലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, അത്ര ടൂറിസ്റ്റി അല്ല, അതുകൊണ്ട് തന്നെ നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിരുന്നു, കൊള്ളായിരുന്നു. ടെംപ്ലിംഗൺ ലേക്കിൽ നിന്ന് ഞങ്ങൾ നേരെ ബന്യുമല ട്വിൻ വാട്ടർഫോൾ കാണാൻ വേണ്ടി പോയി. അതൊരു വളരെ ചെറിയ ഹൈക്കാണ്, പക്ഷേ ദേഹമാണെങ്കിൽ ശീലമില്ലാത്ത ആളുകളൊക്കെ ആയതുകൊണ്ടാവാം നല്ല രീതിയിൽ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ബന്യമല വാട്ടർഫോൾ, ട്വിൻ വാട്ടർഫോൾ, അതായത് കുറേ കഷ്ടപ്പെട്ടാണെങ്കിലും താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ, സന്തോഷമായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ മുകളിലേക്ക് കയറിയിട്ട് ഹണ്ടാര ഗേറ്റ്. അപ്പോൾ ഈ ഹണ്ടാര ഗേറ്റിന് അവിടെ എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ടൂറിസ്റ്റുകളെ പറ്റിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണെന്നുള്ളത്. നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ ഈ ഹണ്ടാര ഗേറ്റ് കാണാം. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് 5-6 ലൈക്ക് കിട്ടും, ഉറപ്പാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളാണ് കിട്ടുന്നത്. പക്ഷേ കൊടുക്കുന്ന ഈ മണിക്ക് വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ടിക്കറ്റ് എടുത്ത് നമ്മളവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 300-350 രൂപയ്ക്ക് ഉണ്ട് ടിക്കറ്റ്. അതവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആൾ നമുക്കൊരു 4 പോസിൽ ക്ലിക്ക് 4 ഫോട്ടോയാണ് ആകെ. നമ്മൾ എത്ര പേരുണ്ടെങ്കിലും, കാരണം നല്ല ക്യൂ ഉണ്ടാവും അവിടെ, ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടി വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള സമയത്തോ കാര്യങ്ങൾക്കൊന്നും ആ ഒരു ചിലപ്പോൾ ആ എടുക്കുന്ന ക്ലിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആയിരിക്കണം എന്നില്ല, പക്ഷേ 90% അവരുടെ ഫോട്ടോ സൂപ്പർബാണ്. ആ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസിനോട് താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഇതിനോട് ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടുന്ന എനിക്ക് വേർത്താണ് എന്ന് തോന്നുന്നുള്ളവർക്ക് ഹണ്ടാര ഗേറ്റ് നോക്കാം. കാരണം ബ്യൂട്ടിഫുള്ളാണ്, ഫോട്ടോസ് എല്ലാം ബ്യൂട്ടിഫുള്ളാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ മുടക്കുന്ന കാശിന് പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ അതെനിക്ക് വേണ്ട എന്നാണ് തോന്നിയത്. അങ്ങനെ അത് ഒഴിവാക്കിയിട്ടാണ് ഉലുണ്ടാനു ബെറാട്ടണിൽ കയറിയത്. അപ്പോൾ ഉലുണ്ടാനു ബെറാട്ടണിൽ 75,000 IDR ഒക്കെ കൊടുത്ത് കയറിയത് വോത്തായിട്ടാണ് തോന്നിയത്. കാരണം ഈ പറഞ്ഞ ഗേറ്റ് ഉലുണ്ടാനു ബെറാട്ടണിൽ പറഞ്ഞുകൊണ്ട് കേട്ടോ, പക്ഷേ ആ ഭംഗിയില്ല. എന്നാലും ഈ ഗേറ്റ്സ് ഒക്കെ ഏകദേശം അവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ ഒരുപോലെയൊക്കെ ആയതുകൊണ്ട് ഇല്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ അവിടെ പോയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവിടെ 2 ക്ലിക്കൊക്കെ എടുക്കുക, അത്രയേ ഉള്ളൂ. ഏറ്റവും ഡിഫറൻ്റ് ആണ്. പക്ഷേ ഉലുണ്ടാനു ബെറാട്ടൺ നമുക്ക് കംപ്ലീറ്റ്ലി വർത്തായിട്ടാണ് തോന്നിയത്. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടുത്തെ ഈവനിങ് സൺസെറ്റൊക്കെ നല്ല വൈബാണ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഉലുണ്ടാനു ബെറാട്ടൻ്റെ 1 കിലോമീറ്റർ അടുത്ത് തന്നെ ഈ റിവർ സൈഡ്, ലേക്ക് സൈഡ്, അതിനടുത്ത് തന്നെ ആയിട്ട് ഡയമണ്ട് ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു, ഒരു കോട്ടേജ് സ്റ്റേ ആയിരുന്നു. നല്ല സൂപ്പർബ് സ്ഥലമായിരുന്നു, നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർബായിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചതല്ല, ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഡയമണ്ട് ഗ്ലാമ്പിംഗ് എന്നാണ് ഞാൻ കിട്ടിയത്. അങ്ങനെ പിറ്റേ ദിവസം ഡേ 4 ആയി കഴിഞ്ഞ് ഞങ്ങൾക്ക് കാലത്ത് തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരെ തിരിച്ച് ഉബൂദിലേക്ക്, അതായത് ഞങ്ങൾ താമസിച്ച പെനോൾ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞങ്ങളുടെ ലഗേജ് അവിടെയാണല്ലോ. തിരിച്ച് ഉബൂദിലെത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നേരെ അലസ് ഹറൂം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു ഡേ ക്ലബ്ബും കാര്യങ്ങളൊക്കെയാണ്. അലസ് ഹറൂം ഒരു മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. കാര്യം നമുക്കത് ലാഭമാണ്. അവിടുത്തെ 50,000 IDR ഒക്കെ ഉള്ളൂ എൻട്രി ഫീ എന്ന് പറയുന്നത്. കുറേ ബാലി സ്വിങ്ങിനൊക്കെ സെപ്പറേറ്റ് കാശുണ്ടെങ്കിലും അലസ് ഹറൂം വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ പുരാ തീർത്ഥ എംപൂൾ എന്ന് പറയുന്നൊരു സ്ഥലം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പുറ സൈഡ് പോയപ്പോൾ, ഞങ്ങൾ വെസ്റ്റ് സൈഡ് പോയപ്പോൾ ഞങ്ങൾക്ക് ഈസ്റ്റ് സൈഡ് മിസ്സായിട്ടുള്ള സംഭവമുണ്ട്. ഒന്ന് ഗേറ്റ് ഓഫ് ഹെവൻ എന്ന് പറയുന്ന അതിൻ്റെ കറക്റ്റ് പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് ഓഫ് ഹെവൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ബാലിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വരുന്നത് അവിടെയാണ്. അതിൻ്റെ പേര് ലെംപുയാങ് ടെമ്പിളാണ്. അപ്പോൾ ലെംപുയാങ് ടെമ്പിൾ എന്ന് പറയുന്നത് ഉബൂദിൽ നിന്ന് ഏകദേശം 2-2.5 മണിക്കൂർ വൺ സൈഡ് നമ്മൾ യാത്ര ചെയ്യണം. 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഈ പറയുന്ന ലെംപുയാങ് ഞങ്ങൾ ഒഴിവാക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ലെംപുയാങ് എന്ന് പറയുന്നത് ടൂറിസ്റ്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അൾട്രാ മോഡേൺ സെറ്റപ്പാണ്. പറ്റിക്കാനുള്ളത് അവിടെയുള്ള ടെമ്പിൾ നല്ല പഴയതാണ്. അതായത് ഈ ലെംപുയാങ്ങിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. അത് ഡൈനാമിക് പ്രൈസിങ് പോലെയാണ്, ഓരോ സീസൺസിന് ഓരോ റേറ്റ് ആണ്. അപ്പോൾ 1 lakh ആണ് അതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. 1 lakh എന്ന് പറയുമ്പോൾ ഏകദേശം 550 രൂപ വരും നമ്മളുടെ ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ ഈ 550 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് പോരാ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ഒരു മിനി വാൻ പോലത്തെ ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ ആ സർവീസിന് നമുക്ക് കാശ് കൊടുക്കണം. അപ്പോൾ അതിന് 25,000 IDR വേറെ കൊടുക്കണം പെർ ഹെഡ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ മിനി ബസ്സിൽ നമ്മൾ കയറി ഒരു സ്ഥലത്തെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കയറ്റമുണ്ട്. അപ്പോൾ ആ കയറ്റം നമ്മൾ വീണ്ടും നടന്ന് കയറണം.
അപ്പോൾ ഈ നടന്ന് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബൈക്ക് ടാക്സി ഉണ്ട്. അതായത് അവിടെ താമസിക്കുന്ന ആളുകൾ അവർക്ക് ബൈക്ക് ടാക്സി ഉണ്ട്. അവർ മാത്രം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ ബൈക്ക് അലോ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ബൈക്ക് ടാക്സി കയറി കഴിഞ്ഞാൽ വീണ്ടും 20,000 കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുകളിൽ കൊണ്ടാക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സ്ഥലത്തെത്താൻ വേണ്ടി തന്നെ ഈ ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ എത്രത്തോളം ലൂട്ടി ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച്. അപ്പോൾ ഇത് മനസ്സിലായപ്പോൾ തന്നെ എനിക്ക് റെഡ് ഫ്ലാഗ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളകത്ത് കയറുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ടോക്കൺ നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞ് ടോക്കൺ നമ്പറാണ്. അപ്പോൾ ഈ ടോക്കൺ നമ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്പർ 2 ആണെന്ന് വെക്കുക. പക്ഷേ മുമ്പിൽ നമ്പർ 1 ഉണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് 100 പേരുള്ള ഒരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് നമ്പർ 1 ആണ്. ഈ 100 പേരിലെ 100 പേര് നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മിനിമം 3-3.5 മണിക്കൂർ 4 മണിക്കൂർ അവിടെ നിന്നാലാണ് ഈ ഫോട്ടോ എടുക്കാൻ പറ്റുക. ഈ ഒരു ഫോട്ടോ അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടുത്തെ മെയിൻ ടെമ്പിൾ ഉണ്ട്, ആ ടെമ്പിളിലേക്ക് നമ്മളെ കയറ്റില്ല. അത് അവിടുത്തെ എന്താ പറയുക, ആ വർഷിപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്, ടൂറിസ്റ്റുകൾക്കുള്ള സ്ഥലമല്ല. ടൂറിസ്റ്റുകൾക്കുള്ളത് ഈ പറഞ്ഞ ഗേറ്റ് ഓഫ് ഹെവനാണ്, അവിടെ നടന്ന് കാണാം. ഈ ഒരു സംഭവം, അപ്പോൾ ഇതിനു വേണ്ടി മാത്രം 2.5 മണിക്കൂർ വൺ സൈഡ് യാത്ര ചെയ്ത് അവിടെ പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അതൊരു വേണ്ടാത്ത ഒരു ഓപ്ഷനായിട്ട് ബോധ്യം. പക്ഷേ ലംപുയാങ് ടെമ്പിൾ ഒരുപാട് പേര് പോകുന്നുണ്ട്. ബാലിയുടെ റിയൽ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, കാരണം ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫോട്ടോസാണ് വരുന്നത്. നിങ്ങൾ ഗേറ്റ് ഓഫ് ഹെവൻ അടിച്ച് കഴിഞ്ഞാൽ കാണാം ഏറ്റവും കൂടുതൽ ഫോട്ടോസ് അവിടെ വരുന്നത്. ബാലിയുടെ ഐക്കോണിക് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ അതൊരു ടൂറിസ്റ്റ് ട്രാപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ വർത്തായിട്ട് തോന്നുകയാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു സംഭവങ്ങൾ, ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ഇടാം, അങ്ങനെയുള്ളതൊക്കെ വർത്തായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാശൊക്കെ മുടക്കി, ഇത്രയും സമയം മുടക്കി അവിടെ പോവാം. അതിനടുത്ത് തന്നെയാണ് ഈ തീർത്ഥഗംഗ എന്ന് പറയുന്നൊരു സ്ഥലം. തീർത്ഥഗംഗയും വളരെ ഫേമസ് ആണ്. കുറേ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്ന പോലത്തെ ആ ഒരു ടെമ്പിൾ, ആ ഒരു സംഭവമില്ല, നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഈ ലംപുയാങ് മിസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തീർത്ഥഗംഗ മിസ് ആയത്. തീർത്ഥഗംഗയിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ തീർത്ഥഗംഗയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അത്രയും ആ ഒരു രീതിയിൽ. അപ്പോൾ ലംപുയാങ് കട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഈ തീർത്ഥഗംഗയും കട്ട് ചെയ്ത് പോയി. അപ്പോൾ ആ ഒരു തീർത്ഥഗംഗ പോയതിൻ്റെ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പുരാതീർത്ഥ ടെമ്പിൾ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ഡേ 4 പുരാതീർത്ഥ ടെമ്പിളിൽ പോയി. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ചെന്നു. നല്ല ടെമ്പിളാണ്. 75,000 IDR എൻ്റെ എൻട്രി ടിക്കറ്റ് വരുന്നത്. വർത്താണ്. അതായത് നല്ല ഭംഗിയുള്ളൊരു നല്ല രസമുള്ള ഒരു ടെമ്പിളാണ്. അവിടെ പോയി കഴിഞ്ഞാൽ മീനും കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, ക്യാമറയൊക്കെ വെള്ളത്തിലേക്ക് താഴ്ത്തി ഒരു വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഈ പുരാതീർത്ഥ ടെമ്പിളിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് അലാസ റൂമിലേക്കാണ്. അപ്പോൾ അലാസ റൂമിൽ മഴയുള്ള ദിവസമായതുകൊണ്ട് ചിലപ്പോൾ ഈ മഴ വന്നു കഴിഞ്ഞാൽ പൂളിൽ നിന്ന് കേട്ടില്ല, അങ്ങനെയുള്ള കുറച്ച് ഓൺ ഓഫ് സെറ്റപ്പ് ആയിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പറഞ്ഞത്. അപ്പോൾ ഇൻ കേസിന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട്, അതായത് 1.5 1.5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂളിൽ എൻട്രി കിട്ടും. 50,000 കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എൻട്രി. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് 50,000 നമുക്ക് പൂളിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു നേരെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കുറച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഭാഗ്യമില്ല, യോഗമില്ല. അങ്ങനെ 50,000 ടിക്കറ്റ് എടുത്ത് എല്ലാം നടന്ന് കണ്ട് സംഭവങ്ങൾ വർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. രസമാണ്. അതായത് കാലത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്വിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഫുള്ള് നടന്ന് കാണാം. ഒരു രസമുള്ളൊരു സ്ഥലമാണ്. കാലത്തല്ല, വൈകിട്ട്. കാലത്തൊക്കെ നല്ല വെയിലാണ്. നമ്മൾ ബാലി എന്ന് പറയുന്നത് ഞങ്ങൾ പോയ സമയത്ത് നല്ല ഹ്യൂമിഡിറ്റി ആയിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ദിവസം ഞങ്ങൾ പുരാതീർത്ഥ ടെമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലം, പിന്നെ ഈ അലാസ റൂം, ഈ രണ്ട് സ്ഥലവും കണ്ടു. പിന്നെ നേരെ ഉബൂദിൽ മാർക്കറ്റിൽ പോയി കുറച്ച് ഫുഡും കാര്യങ്ങളും, വീണ്ടും ഒരു പിസ്സയൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ വെൻസ്ഡേ ആയി. വെൻസ്ഡേ എന്ന് പറയുന്നത് വെൻസ്ഡേ ഒരു ഹാപ്പനിങ് ഡേ ആണ്. കാരണം ഈ വെൻസ്ഡേ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് ഉബൂദിൽ നിന്ന് നേരെ വണ്ടിയെടുത്ത് കാലത്തെ ഞങ്ങൾ സനൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വരുന്നത്. സനൂറിൽ നിന്നാണ് നമുക്ക് ഫെറി കിട്ടുന്നത്. അതായത് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം നുസ പെനീഡ എന്നൊരു സ്ഥലമാണ്. അപ്പോൾ നുസ പെനീഡയിലേക്ക് ഫെറി കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ കയ്യിൽ ലഗേജ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, വലിയൊരു മീഡിയം ബാഗ് ഉണ്ട്, പിന്നെ ഒരു റക്സാക്ക് ഉണ്ട്. അപ്പോൾ ഈ ലഗേജ് എവിടെയെങ്കിലുമൊക്കെ വെച്ചാലാണ് ഈ പറഞ്ഞ നുസ പെനീഡയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത്രയും ലഗേജും ചുമന്ന് ഫെറിയിലും അതുകൂടെയൊക്കെ പോയി കാണാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അവിടെ ലോക്കർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എത്രയൊക്കെയാണ് രൂപയായിരിക്കുന്നത്. ഭയങ്കര കൺവീനിയൻ്റ് ആണ്. കാരണം നമ്മളിതൊന്നും പൊക്കി അടക്കേണ്ട ആവശ്യമില്ല. ഒരു പെർ ഡേ 2 ദിവസം 3 ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് എത്ര ചാർജ് ആയി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വ്ളോഗിലുണ്ട്, നിങ്ങളത് നോക്കുക. അപ്പോൾ അങ്ങനെ അവിടെ ഈ പറഞ്ഞ സ്ഥലം ലോക്കറിൽ ഇതെല്ലാം വെച്ചിട്ട് ഫെറി, അങ്കൽ എന്നും പറഞ്ഞിട്ടുള്ളൊരു ഫെറി ആയിരുന്നു. അത് ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്. ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ല റേറ്റാണ് കിട്ടിയത്. കാരണം ഓൺലൈൻ റേറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തോന്നണ പോലെയൊക്കെയാണ് കാശ് മേടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യുക, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നുസ പെനീഡ എത്തി. നുസ പെനീഡയിൽ വണ്ടി ഓൾറെഡി 2 വീലർ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് നുസ പെനീഡയിലേക്ക് പോയത്. അവിടുത്തെ പാർക്കിംഗ് എന്ന് പറയുന്നത്, ഈ സനൂർ പോർട്ടിലെ പാർക്കിംഗ് റേറ്റ് കത്ത് റേറ്റാണ്. പിറ്റേ ദിവസം പാർക്കിങ്ങിന് കാശ് കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ കിളി പറഞ്ഞു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ
നുസാപ്പേനയുടെ എത്തി. നുസാപ്പേനയുടെ നിന്ന് ഞങ്ങൾ വേറെ വണ്ടി, അതായത് വേറെ സ്കൂട്ടി, ഓൾറെഡി അങ്കിൾ എന്നും പറഞ്ഞ ഫെറിയിൽ ഒരാൾ കാൻവാസ് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ആ ഒരു സ്കൂട്ടി അവിടെ 1.4 അതായത് 1.40 140 എന്ന് പറയും അവർ. അപ്പോൾ 140 2 ദിവസത്തേക്ക്, അതായത് ഞാൻ ഒരു ദിവസം കാലത്ത് 11 മണിക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ നേരത്തെ 1 മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചെത്തിക്കോളെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ സമ്മതിച്ചു. അതിന് ഈ പറഞ്ഞ പെട്രോൾ ഓൾറെഡി ഉണ്ടാവും. ഈ നുസാപ്പേനയിൽ നിങ്ങൾ പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം വളരെ ചെറിയൊരു ഐലൻഡ്, നമ്മൾ എത്രയൊക്കെ പോയാലും ആ വണ്ടിയിൽ പെട്രോൾ ഉണ്ടാവും. ഇവർ പെട്രോൾ അടിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ലാഭമാണ്. അങ്ങനെ ഈ നുസാപ്പേനയിടയിൽ കാലുകുത്തി. നുസാപ്പേനയുടെ കാലുകുത്തിയപ്പോൾ തന്നെ ശാരീരികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സ്നോർക്ലിങ്ങിന് പോയി. സ്നോർക്ലിംഗ് എന്ന് പറയുമ്പോൾ നല്ല കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. നേരിട്ട് നിന്ന് ബുക്ക് ചെയ്യുന്നതിനേക്കാളും ഓൺലൈനിലാണ് ബെസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. 4 സ്ഥലങ്ങളിൽ പോയി 4 വെറൈറ്റി സംഭവങ്ങളിൽ നമ്മളെ സ്നോർക്ലിംഗ് കാണിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം, പിന്നെ സ്നോർക്ലിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് എപ്പോഴും അവിടെ ഉണ്ടാവണമെന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷേ ഞങ്ങൾ പോയ 2-3 സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ നല്ല സൈറ്റിങ് കിട്ടി. പക്ഷേ ഈ കാതടഞ്ഞതിൻ്റെ ആണോ എന്തിൻ്റെ ആണോ എന്നറിയില്ല, ഈ സ്നോർക്ലിംഗ് കഴിഞ്ഞവരോട് ഞാൻ മൊത്തത്തിൽ വല്ലാതെ, അതായത് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ റൂമിൽ പോയി അങ്ങ് കിടന്നുറങ്ങാനേ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ദിവസം മുഴുവൻ അങ്ങനെ പോയി. വൈകിട്ട് ഞങ്ങളൊരു നല്ലൊരു കിഡിലൻ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ഒരു ഡിന്നർ കഴിച്ചു. അപ്പോൾ ഈ ആ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് നല്ല റിവ്യൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ ഹെഡ് 15% വെച്ചിട്ട് 30% വരെ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് വന്നു. അതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ എത്ര വർഷങ്ങളായി ഗൂഗിളിൽ റിവ്യൂ ഒക്കെ ഇടുന്നു, എന്നിട്ട് നമുക്ക് ഇതേവരെ ഈ കൊച്ചിയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളടത്ത് ഇത്ര സ്ഥലത്ത് പോയിട്ടുണ്ട്, അവിടെ ആരെങ്കിലുമൊക്കെ 5 പൈസയുടെ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടോ? പക്ഷേ ഇവർ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് കൊള്ളായിരുന്നു. അവരുടെ സർവീസ് അല്ലായിരുന്നു, അവരുടെ ഫുഡ് നല്ലതായിരുന്നു. അതുകൊണ്ടാണ് നല്ല റിവ്യൂ ഇട്ടത്. ആ നല്ല റിവ്യൂ ഇട്ടപ്പോൾ ഡിസ്കൗണ്ടും കിട്ടി. സോ ഇറ്റ്സ് എ വിൻ. അങ്ങനെ പിറ്റേ ദിവസമായപ്പോഴേക്കും രാത്രി മുഴുവൻ എനിക്ക് നല്ല പനി ഉണ്ടായെന്നാണ് വൈഫ് പറഞ്ഞത്. അപ്പോൾ പിറ്റേ ദിവസം 5 മണിക്ക് തന്നെ നമുക്ക് ഡയമണ്ട് ബീച്ചിലൊക്കെ പോകാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി വിളിച്ചില്ല. പുള്ളിക്കാരിക്ക് അറിയാം, ഇനി വിളിച്ച് എഴുന്നേപ്പിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവുമെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങി. നല്ല പനി ഉണ്ടായിരുന്നു, ശരിയാണ്. അങ്ങനെ 8 മണിയൊക്കെ ആയപ്പോഴേക്കും കുറച്ച് ഉഷാറൊക്കെ ആയപ്പോഴേക്കും നേരെ പോയത് ഈ ടിറക്സ് ബീച്ച് എന്ന് പറഞ്ഞ ക്ലിംഗ് ബീച്ച് എന്നും പറയും. അപ്പോൾ ആ ബീച്ചിലേക്ക് പോയി. അത് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ സംഭവങ്ങൾ കണ്ടു. അവിടെ എൻട്രി ഫീയോ പാർക്കിംഗ് ഫീയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയത് മറ്റേ ഏഞ്ചൽസ് ബില്ലാബോങ് എന്ന് പറയുന്ന ബ്രോക്കൺ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അതും കൊള്ളായിരുന്നു. അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് ഫെറി കയറിയിട്ട് നേരെ സനൂറിലേക്ക് തിരിച്ചെത്തി വണ്ടി എടുത്തപ്പോൾ ഹെവി പാർക്കിംഗ് ഫീ ആയിരുന്നു. എനിഹൗ അതൊക്കെ കൊടുത്ത് തിരിച്ച് നേരെ പോയത് നുസാ ദുവ എന്ന സ്ഥലത്താണ്. അപ്പോൾ ബാലിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷേ നുസാ ദുവ സ്പെഷ്യലാണ്. നുസാ ദുവ കുറച്ചൊരു പ്രീമിയം സെഗ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു സ്ഥലമാണ് നുസാ ദുവ. ബാക്കിയുള്ള ഞങ്ങൾ തിരിച്ചെത്തുന്നവരെ നുസാ ദുവയിലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ റിനൈസൻസിൻ്റെ പ്രോപ്പർട്ടിയിൽ 3 ദിവസത്തേക്ക് ഫ്രീ ആയിട്ടാണ് ഞങ്ങളവിടെ സ്റ്റേ ചെയ്തത്. അതിന് കാരണം അമേരിക്കൻ എക്സ്പ്രസ് ആണ്. അമേരിക്കൻ എക്സ്പ്രസിൻ്റെ പോയിൻറ്റ്സ് മാരിറ്റ് ബോൺവോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ട്രാൻസ്ഫർ ചെയ്ത പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സ്റ്റേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചെറിയ ഹാക്ക് ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ, ഞാനത് കറക്റ്റ് ഹാക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. അത് ലക്ഷറി, അതായത് കുറേ വണ്ടി ഓടിച്ചും അതൊക്കെ വെച്ചാൽ കുറേയൊക്കെ കഷ്ടപ്പെട്ടില്ലേ, എന്നാൽ ഇനി 3 ദിവസം എനിക്കും വേണം ഒരു വാര്യർക്ക് സുഖമായിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ 3 ദിവസം ഒരു ലക്ഷറി ആംബിയൻസിൽ അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പ്രത്യേകിച്ച് ഈ 3 ദിവസങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് അത് ഈ പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് കുറയുന്നത് അവിടെ ഉറക്കമായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമായപ്പോഴേക്കും അവിടെ ഒരു ഐക്കൺ എന്ന് പറയുന്നൊരു മോളുണ്ട്. പിന്നെ ഞാനൊരു സിനിമാ പ്രാന്തനായതുകൊണ്ട് ഈ ക്യാപ്റ്റൻ അമേരിക്ക IMAX-ൽ റിലീസായിട്ടുള്ള ദിവസവും കൂടിയായിരുന്നു. അത് ആ ആഴ്ചയിലായിരുന്നു റിലീസായത്. അങ്ങനെ ഐക്കൺ മാളിൽ പോയപ്പോൾ ഈ പറയുന്ന, അതായത് നുസാ ദുവ ബീച്ചിന് അടുത്തായിട്ട് ഈ മാള് നല്ല നുസാ ദുവ അല്ല സനൂർ. അപ്പോൾ സനൂറിലാണ് ഈ പറയുന്ന ഐക്കൺ മാൾ വരുന്നത്. അപ്പോൾ അവിടെ പടം കണ്ടു. ഈ മാൾ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ മാളാണ്, നല്ല കിഡിലൻ മാൾ, ബീച്ച് സൈഡിൽ ഒരു ഷോപ്പിംഗ് മാൾ. നല്ല രസമായിരുന്നു, നല്ല മാളാണ്. അവിടെ ഈ സാധാരണ നമ്മുടെ അതായത് കൊച്ചിയിലല്ല, കേരളത്തിൽ പൊതുവേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉള്ള ഫുഡിൻ്റെ റേറ്റ് ആയിരിക്കില്ല ഇതുപോലെ ഷോപ്പിംഗ് മാളിൽ കുറച്ച് പ്രീമിയം ലെവലിലുള്ള റേറ്റ് ആയിരിക്കും. പക്ഷേ ബാലിയിൽ അങ്ങനെ ഫീൽ ചെയ്തില്ല. എല്ലായിടത്തും കത്ത് റേറ്റ് തന്നെയാണ്. മാളാണെങ്കിലും സാധാരണ കടകളൊക്കെ ആണെങ്കിലും ഒരേ റേറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ മോളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ സബ്വേ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കണമൊക്കെ തന്നെയാണ് ലാഭം.
അപ്പോൾ അങ്ങനെ പടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം പോയത് നേരെ ഇവരുടെ ഈ റിനൈസൻസ് എന്ന് പറയുന്ന അവർക്ക് ഒരു ബീച്ച് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ രസമാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടു കാണും അവരുടെ ബീച്ച് ക്ലബ്ബ്. നുസാദുവ ബീച്ചിൽ അവരുടെ ആ ഒരു ബീച്ച് ബെഡൊക്കെ ഇട്ടിട്ട് കിടക്കുന്ന ആ ഒരു രസമുള്ള സംഭവമാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ടന ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് മിസ്സായത് ഉലുവാട്ടു ടെമ്പിളാണ്. ഉലുവാട്ടു ടെമ്പിൾ മിസ്സാവാനുള്ള കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. കാരണം ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു മൈൻഡിൽ പോയതുകൊണ്ട് ഉലുവാട്ടു മിസ്സായി. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മിസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ടൂറിസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഉലുവാട്ടു ടെമ്പിൾ, പിന്നെ കെച്ചക് ഡാൻസ് ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്നില്ല. കാരണം കെച്ചക് ഡാൻസിന് ബുക്ക് ചെയ്താൽ പോലും അത് ടിക്കറ്റായിട്ട് മാറ്റി എടുക്കാനായിട്ടുള്ള നീണ്ട ക്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കെച്ചക് ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ക്ലിഫിൻ്റെ മുകളിലാണ് നിൽക്കുന്ന ഈ ഉലുവാട്ടു ടെമ്പിൾ. അപ്പോൾ അത് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അത് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഈ ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ വരുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഞാൻ മരുന്ന് കഴിക്കാൻ നല്ല മടിയുള്ള ഒരാളാണ്. അപ്പോൾ അത് അസുഖം വന്നാൽ കഴിക്കുള്ളൂ എന്നുള്ളതാണ്. ചില അസുഖങ്ങൾക്കൊക്കെ മുൻകൂട്ടി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു കോൾഡ് ഒന്ന് തുമ്മിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ അത് വേഴ്സ് ആവരുത് എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കുന്നതൊക്കെ മേ ബി നല്ലതായിരിക്കും, അറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ തനഹാലോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. തലാനോട്ട് ടെമ്പിൾ നല്ല സൂപ്പർ ടെമ്പിളായിരുന്നു. ഈവനിങ് സൺസെറ്റ് സമയത്താണ് പോയത്. നല്ല വൈബായിരുന്നു. അവിടെ ഹോളി സ്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാമ്പൊക്കെ ഉണ്ട്. അവിടെ സെപ്പറേറ്റ് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാമ്പിൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കാം. അങ്ങനെ കുറച്ച് രസമുള്ള സംഭവമാണ്. അപ്പോൾ ഈ പാമ്പിൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി കുറേ പേരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. എന്താണോ എന്തോ അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യമൊന്നുമില്ല. ബാലി എന്ന് പറയുന്ന ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ രസമായിട്ട് തോന്നി. പിന്നെ എനിക്ക് പേടിയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു പാമ്പാണ്. എനിക്ക് കാശ് കൊടുത്ത് പാമ്പിനെ കണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. അങ്ങനെ നേരെ ഫിൻസ് എന്നും പറഞ്ഞിട്ടുള്ള ബീച്ച് ക്ലബ്ബിൽ പോയി. ഫിൻസ് അവിടുത്തെ ഫേമസ് ബീച്ചാണ്. ലോകത്തിലെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹൈലി ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ബീച്ച് ക്ലബ്ബാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല റേറ്റാണ് അവിടെ. ഒന്നാമത്തെ കാര്യം, അവിടെ നമ്മൾ ഫുഡോ അല്ലെങ്കിൽ ആൽക്കഹോളിക് അല്ലെങ്കിൽ സാധാരണ ബീവറേജസ് ഒക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ബെവറേജസിനൊക്കെ റേറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4x ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത് ബാലിയിൽ റേറ്റ് കൂടുതലാണ്, അതിൻ്റെ കൂടെ 4x ലെവലിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫെൻസിൽ പോയപ്പോൾ അതൊരു ബീച്ച് ക്ലബ്ബ് ആയതുകൊണ്ട് ബീച്ചിൽ ഇറങ്ങണം എന്നുള്ള മൈൻഡിലാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്കത് കണ്ടപ്പോൾ കുംഭമേളയാണ് ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബീച്ച് ക്ലബിൻ്റെ വെള്ളത്തിൽ ഇറങ്ങാൻ പോയില്ല. അപ്പോൾ അവിടുന്ന് നല്ല ആംബിയൻസ് ആണ്, കാരണം രസമാണ്. ഫുൾ ഓൺ പോസിറ്റീവ്. അവിടെ ഒരു 1000 പേരുണ്ടാവും. 1000 പേരും പോസിറ്റീവ് വൈബാണ്. പോസിറ്റിവിറ്റി ഡാൻസ് ചെയ്യുന്നു, അതായത് സന്തോഷിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അവിടെ കോടികളുടെ കച്ചവടം നടക്കുന്നത്. നമ്മൾ നിസ്സാര ലെവലൊന്നുമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു പൈൻ ബിയർ, ചെറിയൊരു ബിയർ ബോട്ടിലില്ലേ, ആ ബിയർ ബോട്ടിലിന് 500 രൂപയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1000 ബിയർ ബോട്ടിൽ നമ്മൾ കാണും. അപ്പോൾ അങ്ങനത്തെ ഹെവി സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ആരായിരിക്കും ഇതിൻ്റെ ഓണർ? അയാളുടെ ഒരു ദിവസത്തെ വരുമാനം എന്തായിരിക്കും? ഒരു ബീച്ച് ക്ലബ്ബ് ഇട്ടിരിക്കുന്നത്. കാരണം ഇതൊക്കെയാണ് ടൂറിസം നല്ല ഗംഭീരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഫിൻസ് ക്ലബ്ബിൽ പോയി ഞങ്ങൾ അവിടെ നിന്നാണ് ഡിന്നർ കഴിച്ചത്. രസമാണ്. ഓരോ മണിക്കൂറിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഫിൻസ് ക്ലബ്ബിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 8 മണി, 9 മണി, 10 മണി, 11 മണി, അങ്ങനെ ഓരോ അവറാവില്ല. അപ്പോൾ 8:05, 9:05 അവർ മറ്റേ എന്താ പറയുക, ആ ഒരു നമ്മൾ ബർത്ത്ഡേക്ക് കേക്കിൻ്റെ മുമ്പിൽ വെക്കില്ല ഒരു സാധനം, അപ്പോൾ ഇങ്ങനെ പൂത്തിരി പോലെ ഇതിനൊക്കെ അത്ര സാധനം, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. രസമാണ്. അതായത് ഒരു 3-4 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാം. ഫുൾ ഓഫ് പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒന്നാമത് ഇല്ലീഗലാണ്. പിന്നെ പുറം രാജ്യങ്ങളിലൊക്കെ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ ഫിൻസിലൊക്കെ പോയി അത്യാവശ്യം 2-3 അടിച്ച് എൻജോയ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സിക്ക് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഓൾറെഡി പനിയുടെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ വെള്ളം ഓടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്കും ടാക്സി വിളിക്കേണ്ട വന്നേനെ മേ ബി. കാരണം അവിടുത്തെ ആ ഒരു ആംബിയൻസ്, അറ്റ്മോസ്ഫിയർ അതെല്ലാം അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഈ പറയുന്ന ഫിൻസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അറിയാമല്ലോ, കാരണം മാക്സിമം നമ്മളെ കാശ് കൂടുതൽ ഫിൻസ് ക്ലബ്ബിൽ സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ലാസ്റ്റ് ഡേ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റിയിരിക്കുകയുള്ളൂ. അപ്പോൾ ഫിൻസ് ക്ലബ്ബിൽ കാര്യമായിട്ട് ചിലവ് വരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞ് നേരെ ഒന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നേരെ എയർപോർട്ടിലോട്ട് പോവുക എന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എയർപോർട്ടിലെത്തി. അപ്പോൾ ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയോളം ബാക്കി ഉണ്ടായിരുന്നു കയ്യിൽ. ആ ഉണ്ടായിരുന്നത് മുഴുവനും എയർപോർട്ടിൽ തിരിച്ച് എക്സ്ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്ത് USD ആക്കി നേരെ എയർപോർട്ടിൽ നിന്ന് സിംഗപ്പൂർ വന്നിട്ട് അവിടെ ഒരു 4 മണിക്കൂറുണ്ടായിരുന്നു. 4 മണിക്കൂറിന് പിന്നെ അവിടെ നിന്ന് നേരെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി നേരെ തിരിച്ചെത്തി യാത്ര അവസാനിച്ചു. ഞങ്ങൾക്ക് ഒരാൾക്ക് ആയത് 52,987 രൂപ. അതൊരു 53,000 രൂപയായിട്ട് റൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് പറയാം. അതിൽ ഞങ്ങളുടെ 29,500 എന്ന് പറയുന്ന ആ ഒരു ഫ്ലൈറ്റ് റേറ്റ് നിങ്ങൾ ഒരു 16 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 44,000 രൂപയ്ക്കും നിങ്ങൾക്ക് പോയി വരാം.
അതിൽ ഈ മാരിയറ്റിൻ്റെ സ്റ്റേ ആണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ആ മാരിയറ്റിൻ്റെ സ്റ്റേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാരിയറ്റിൻ്റെ സ്റ്റേ കിട്ടുന്നില്ല നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു റൂമിനോട് 1000 രൂപയ്ക്ക് വരുന്നുള്ളൂ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയാണെങ്കിൽ പ്ലസ് 3000 രൂപ. ആ 3000 രൂപയുടെ ഇത് മാത്രമേ നിങ്ങൾക്ക് വ്യത്യാസം വരുന്നുള്ളൂ ഞങ്ങളുടെ ചിലവുമായിട്ട്. ഞങ്ങൾ 3 നേരവും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് ഈ പറഞ്ഞ ലെംപുയാങ്, പിന്നെ ഉലുവാട്ടു, അങ്ങനെയുള്ള 1-2 സ്ഥലങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ളൂ. മിസ്സായെന്ന് വെച്ചാൽ ചിലത് ഒഴിവാക്കിയതും, പിന്നെ ഉലുവാട്ടു മാത്രമാണ് ഹെൽത്ത് പ്രോബ്ലം കാരണം ഒഴിവായത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഈ പറഞ്ഞ റേറ്റിലും നമുക്ക് ബാലി എന്നുള്ള സ്ഥലത്ത് പോകാം. ബാലി ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ റേറ്റിൽ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാലിയുടെ ട്രിപ്പ് കാര്യങ്ങൾ. അപ്പോൾ ബഡ്ജറ്റ് ബ്രേക്ക് ഡൗണും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ജസ്റ്റ് ഹായ് അയച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് വെച്ച് ഹായ് അയച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് ഹായ് അങ്ങനെയല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണോ എന്നുള്ളത്, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അത് വോയിസ് ആയിട്ടോ അതായിട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുപോലുള്ള, അതായത് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ഈ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഈ മാരിയറ്റൊക്കെ പോലുള്ള ഒരുപാട് ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ്സ് ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻ മതി, എങ്ങനെ കിട്ടും എന്നുള്ളൊരു ഗൈഡ് ലൈൻ. അത് കറക്റ്റായിട്ട് ഈ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. സോ ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ദ ഡിഫറൻസ്. സോ ഇറ്റ്സ് മീ, എൻ്റെ പേര് സിദ്ദീഖ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു ട്രാവൽ പ്ലാനിലൂടെ കാണാം. ഒമാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ. ഒമാൻ വേറെ ഒന്നുമില്ല, സൈറ്റ് സീയിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പോവുക, മാരിയറ്റിൻ്റെ ഒരു 3 പ്രോപ്പർട്ടിയിൽ സുഖമായിട്ട് ലക്ഷറി ആയിട്ട് കിടന്നുറങ്ങുക, അവിടുത്തെ ഭക്ഷണം കഴിക്കുക, തിരിച്ചു വരിക. അങ്ങനെ ഒരു 3 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള വളരെ ചെറിയ എന്നാൽ വളരെ ചിലവ് കുറഞ്ഞ ഒരു ട്രിപ്പായിരിക്കും ഒമാനിലേത്. അപ്പോൾ ഒമാൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.